ഞാൻ നിങ്ങളോടൊരു മഹാത്ഭുതങ്ങളുടെ കഥ പറയാം. ഈ അത്ഭുത കഥയുടെ പശ്ചാത്തലങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ നടക്കുന്നത് ഏതെങ്കിലും രാജ്യത്തോ ഏതെങ്കിലും സംസ്ഥാനത്തോ ഒന്നുമല്ല. നമ്മുടെ ഈ ഗ്രാമങ്ങളിലും ഈ ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ നടന്നിട്ടുള്ള ഒരു മഹാത്ഭുതത്തിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 960 കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാരും അവരുടെ പിതാക്കളുമൊക്കെ ഒരു മനുഷ്യൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ദൂരദിക്കിലേക്ക് നടന്നു പോയ ഒരു കഥ. ദൂരദിക്കിലേക്ക് നടന്നു പോയി ഒരു മനുഷ്യൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തിരുന്നവരുടെ കഥ. നട്ടപ്പാതിര നേരത്ത് വന്നിട്ട് ആ മനുഷ്യൻ നമ്മുടെ പിതാക്കന്മാരോട് പ്രസംഗിച്ച ആ വാക്കുകളുടെ കഥ. ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന സമയത്ത് വന്നിട്ട് ആ മനുഷ്യൻ അവരോട് പ്രസംഗിക്കുകയാണ്. നിങ്ങൾ താജ്മഹലും കുത്തുബ് മിനാറും ചെങ്കോട്ടയും ഒക്കെ ഉണ്ടാക്കിയ ഒരു സമുദായമില്ലേ? ആ സമുദായത്തിൻ്റെ പിൻതലമുറക്കാരാണ് നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നോട്ട് വരികയും ഈ സമുദായത്തെ ഏറ്റവും നന്നായി ഔന്നത്യത്തിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടവരാണ്. നിങ്ങൾ ഒരിക്കലും ആരാൻ്റെ വിറക് വെട്ടികളും വെള്ളം കൂരികളും ആവേണ്ടവരല്ല എന്ന് ആ മനുഷ്യൻ വന്നിട്ട് നമ്മുടെ പിതാക്കന്മാരോട് പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗങ്ങൾ കാതോർത്ത് കേട്ട ഒരു ജനത ആ പ്രസംഗങ്ങൾ കഴിഞ്ഞ് നട്ടപ്പാതിര നേരത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന തോർത്തുമുണ്ടുകൾ വിരിച്ച് ആ വയലിലും ഗ്രൗണ്ടിലുമൊക്കെ കടന്നുറങ്ങി പിറ്റേന്ന് അവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോരുകയാണ്. ആ മടങ്ങിപ്പോരുന്ന സമയത്തൊക്കെ അവരുടെ മനസ്സിൽ തികട്ടി വരുന്ന ഒരു വാക്കുണ്ട്. താജ്മഹലും കുത്തുബ് മിനാറും ചെങ്കോട്ടയും ഒക്കെ ഉണ്ടാക്കിയ ഒരു സമുദായമില്ലേ? ആ സമുദായത്തിൻ്റെ പിൻതലമുറയല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായി, സാമൂഹ്യപരമായി, സാമ്പത്തികപരമായി, രാഷ്ട്രീയപരമായി, സാംസ്കാരികപരമായൊക്കെ ഇങ്ങനെ പിന്നിൽ നിൽക്കുന്നത്? നമ്മളോടല്ലേ ആ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ ആരാൻ്റെ വിറക് വെട്ടികളും വെള്ളം കോരികളും ആവരുത് എന്ന്? ആ പറഞ്ഞ മനുഷ്യൻ്റെ പേര് CH മുഹമ്മദ് കോയ എന്നല്ലേ? നമ്മൾക്കിതിലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കണ്ടേ? നമുക്ക് എന്തു ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അവരുടെ ആ കാൽനട യാത്രയിൽ അവരുടെ മനസ്സിനകത്ത് വന്ന ഏറ്റവും വലിയ ചിന്തകളായിരുന്നു. അവർ തിരിച്ചു നാട്ടിലേക്ക് വന്നു. ഓരോ ഗ്രാമങ്ങളിലും അവർ ഓരോരുത്തരോടായി പറഞ്ഞ് അവരിങ്ങനെ കൂട്ടമായിരുന്നു. ഏതെങ്കിലും ഒരു പാറപ്പുറത്ത്, ഗ്രാമത്തിൻ്റെ ആ പാറപ്പുറത്ത് ഒരു മെഴുകുതിരിവട്ടത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ഒരുമിച്ച് കൂടിയിട്ട് അവർ ചിന്തിച്ചു തുടങ്ങി. നമ്മുടെ നാടും പുരോഗമിക്കണ്ടയോ? നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ടയോ? നമുക്ക് കോളേജുകളും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ടാക്കണ്ടയോ? ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് നിരന്തരമായി വരികയായിരുന്നു. അവർ ആ കൂട്ടം കൂടി, ആ കൂട്ടത്തിന് അവരൊരു പച്ചപ്പതാകയുടെ തണലുമേകി. ആ പച്ചപ്പതാകയുടെ കീഴിൽ അവർ സംഘടിത ശക്തിയായി മാറി. അവർ സ്കൂളുകൾ ഉണ്ടാക്കി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, സാംസ്കാരിക നിലയങ്ങളുണ്ടാക്കി. ഏറ്റവും നല്ല അറിയപ്പെടുന്ന കോളേജുകൾക്ക് അവർ സ്ഥിരാസ്ഥാപനങ്ങൾ അവർ നടത്തി. അവർ ഈ സമൂഹത്തെ മുന്നോട്ടിങ്ങനെ നയിച്ച് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴും അവരുടെ മനസ്സിൽ ഓരോ സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോഴും, ഓരോ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ കെട്ടിപ്പടുക്കുമ്പോഴും അവരുടെ മനസ്സിൽ CHൻ്റെ വാക്കാണ്, നിങ്ങൾ താജ്മഹലും കുത്തുബ് മിനാറും ചെങ്കോട്ടയും ഉണ്ടാക്കിയ ഒരു സമുദായത്തിൻ്റെ പിൻതലമുറക്കാരല്ലേ? നമുക്ക് മുന്നോട്ട് പോകണ്ടയോ? നമ്മൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കണ്ടയോ എന്ന ചോദ്യം അവരുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അവർ കെട്ടിപ്പടുത്ത് ഒരു ജനതയെ ഇങ്ങനെ വാർത്തെടുത്ത് ഉണ്ടാക്കി വെച്ചു. 2004 ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ച് സച്ചാർ കമ്മീഷൻ ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയിട്ട് സച്ചാർ കമ്മീഷൻ ഇന്ത്യയുടെ ഗവൺമെന്റിന് മുമ്പാകെ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു. ആ വാക്കിൽ സച്ചാർ കമ്മീഷൻ പറഞ്ഞത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മൊത്തം മാതൃകയായിട്ടുള്ള വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക രംഗത്ത് മാറ്റമുണ്ടാക്കിയ ഒരു ജനതയുണ്ട്. ആ ജനതയെന്ന് പറയുന്നത് 78,64,374 മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഈ കേരളക്കരയിലാണ്. ഈ നേട്ടം ഉണ്ടായതിനേക്കാൾ വലിയ അത്ഭുതം വേറെ എന്താണ് ഉള്ളത്? അവർ പോകുമ്പോൾ CH അവരോട് പറഞ്ഞത് അപ്പുറത്തുള്ള നാടുകൾ ചൂണ്ടിക്കാട്ടിയാണ്. അവിടെയാണ് താജ്മഹൽ, അവിടെയാണ് കുത്തുബ് മിനാർ, അവിടെയാണ് ചെങ്കോട്ട, അവിടെയാണ് ചാർമിനാർ, അവിടെയാണ് മൈസൂർ കോട്ട. നിങ്ങൾ അവരുടെ പിൻതലമുറക്കാരാണ് കേട്ടോ. നിങ്ങൾ ആരാൻ്റെ വിറക് വെട്ടികളും വെള്ളം കോരികളും ആവരുത് എന്ന് CH പറഞ്ഞ ഒരു ജനത 2014 കഴിയുമ്പോഴേക്കും അവർ ഈ രാജ്യത്തിലെ മൊത്തം മുസ്ലിം സമുദായത്തിന് മാതൃകപരമായിട്ടുള്ള ഒരു ഉമ്മത്തായി വളർന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പിതാക്കന്മാരുണ്ടാക്കിയ ഈ മഹാത്ഭുതത്തെക്കാൾ വലിയൊരത്ഭുതം
ഈ ഗ്രാമങ്ങളിൽ, ഈ പ്രദേശങ്ങളിൽ, ഈ നാടിൽ, ഈ മലബാറിൽ, ഈ കേരളത്തിൽ മറ്റൊരു മഹാത്ഭുതം എന്താണ്? ആ മഹാത്ഭുതത്തിലേക്ക് അവരുടെ നയിച്ച ഏറ്റവും വലിയ ചാലകശക്തി എന്ന് പറയുന്നത് ഒരു പച്ചപ്പതാകയും ആ പച്ചപ്പതാകയ്ക്ക് കീഴിൽ അണിനിരക്കാൻ അവരെ സന്നദ്ധമാക്കിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുമാണ് എന്ന് നമ്മളോട് കാലം വിളിച്ചു പറയുന്നുണ്ട്.